ഹലോ, വെൽക്കം ബാക്ക് ടു ബൽക്കീസ് ഫുഡ് ഡയറീസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി സിംഗർ ബർഗറാണ്. നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കിന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു വേണ്ടി തോലുള്ള ചിക്കൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് പീസാണ്. അതിന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടാപ്പ് ചെയ്യാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റായി കിട്ടാനാണ്. ചിക്കൻ നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എല്ലാ ചിക്കനും അതുപോലെ നമുക്ക് ടാപ്പ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളിനി 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. അതിനുശേഷം ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. ഈ പാലിലോട്ട് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീര് എന്ത് വേണമെങ്കിൽ ചേർക്കാം. കാരണം ബട്ടർ മിൽക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസായി കിട്ടും ചെയ്യും ചിക്കനൊക്കെ. അപ്പോൾ 1 മണിക്കൂർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഈ പാലും മസാലാസും എല്ലാം കൂടി ചിക്കനിൽ പിടിച്ചൊന്ന് ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ തന്നെ 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻസൊക്കെ അറിയിക്കണേ. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം മാവിൽ മിക്സ് ചെയ്യുന്ന പൗഡറാണ് ബെറ്റർ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. മാവിലെല്ലാം അവിടെ എത്തിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ ആദ്യം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 മുട്ട പാതി മാവിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ ആണ്, അപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിക്കണം. ഞാനൊരു ടേസ്റ്റ് വേണ്ടി ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ബട്ടറും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഈ മാവ് ലൂസ് ബാറ്റർ ആക്കി വെച്ച മാവിലേക്ക് നന്നായിട്ട് മുക്കി അതിനുശേഷം നമുക്ക് ആ ഡ്രൈ ആയ മാവിലേക്ക് ഒന്നും കൂടി നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മാവ് എത്തുന്ന പോലെ നന്നായിട്ട് കോട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ആ തിളച്ച നല്ല ചൂട് വേണം. ചെറിയ ചൂടിൽ ഒരിക്കലും ചിക്കൻ ഫ്രൈ ചെയ്യരുത്. നല്ല തിളച്ച എണ്ണയിലായിരിക്കും ഇടുന്നത്. കാരണം ആ ചിക്കൻ നന്നായിട്ടൊന്ന് ആ മാവൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് തീ കുറച്ച ശേഷം ചിക്കനൊക്കെ ഒന്ന് വേവുന്നവരെ വയ്ക്കാം. മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഏകദേശം നന്നായി ക്രിസ്പി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത്. ഇടുമ്പോഴത്തേന് നല്ല ചൂടിലിടണേ, ഇല്ലെങ്കിൽ ഈ ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ ചിക്കിങ്ങിലും ക്യാപ്സിലും കിട്ടുന്ന അതേ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പോയിട്ട് നമ്മൾ ഈ ക്രിസ്പി ചിക്കൻ ബർഗർ കഴിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. കുട്ടികൾക്കതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാനിൽ ബട്ടറൊന്ന് ഒഴിച്ചിട്ട് തേച്ചിട്ട് ബണ്ണൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്കിനി ഈ ബണ്ണിലേക്ക് ലെറ്റൂസ് ആദ്യം വെക്കാം. പിന്നെ കുക്കുംബർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വലിയ ഉള്ളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ വെച്ച് തക്കാളിയും കൂടി അതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സോസ് ഒഴിക്കാം കേട്ടോ. ചീസ് സോസാണ്, ബർഗർ സോസാണ്.
പിന്നെ കെച്ചപ്പും കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്ക് ആ പൊരിച്ച ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് സെറ്റാക്കി. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ ഒരു ചീസും കൂടി വെച്ച് അതിന് വരെ വീണ്ടും നമുക്ക് ചീസ് ഒഴിച്ച ശേഷം ആ ബണ്ണൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എങ്ങനെയാണ് ലുക്ക്? ഈ ലുക്ക് കാണുമ്പോൾ നമുക്ക് KFCയിലോ ചിക്കിങ്ങിലോ മറ്റുള്ള ബർഗർ ഷോപ്പിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് നല്ല വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ ചാനൽ കാണാത്തവർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയ പുതിയ ഡിഷസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഡിഷസ് ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കണ്ട് കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.